ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് വോണ്ടർ ക്യാപ്ചർ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസം വാരണാസി, ദേവ് ദിവാലി അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും 300 ട്രെയിനുകൾക്ക് മേലെ പാസ് ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ നല്ല ക്രൗഡഡുമാണ്. അപ്പം നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ പുറത്ത് ഇഷ്ടം പോലെ ഓട്ടോ, ടാക്സി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ ഞങ്ങളങ്ങനെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് നമോ ഘാട്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് നമോ ഘാട്ട്. അപ്പോൾ ഓരോ ഘാട്ടിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ വാരണാസിയിലെ 86ാമത്തെ ഘാട്ടാണ് ഇപ്പോൾ നമോ ഘാട്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കൈകൂപ്പി നിൽക്കുന്ന കുറച്ച് ശീലകളും കാര്യങ്ങളൊക്കെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഘാട്ടിൽ കൂടുതലായിട്ടും ചെയ്യുന്നത്. നമുക്കിവിടുന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കിനി ഓരോരോ ഘാട്ടുകളായിട്ട് നമുക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 86ാമത്തെയാണ്. അപ്പം 86 മുതൽ 1ാമത്തെ ഘാട്ട് വരെ നമുക്ക് പോകണം എന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല. നമോ ഘാട്ടിൻ്റെ കുറച്ച് നേരം അവിടെ നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ അടുത്തടുത്ത ഘാട്ടുകളിലേക്ക് പോകുമായിരുന്നു. ഇതാണ് പഞ്ചഗംഗ ഘാട്ട്. അപ്പോൾ ഇവിടുത്തെ 5 പ്രധാനപ്പെട്ട ഘാട്ടുകളിൽ ഒരു ഘാട്ടാണിത്. ഇത് ബിന്ദുമാധവ ഘാട്ട് എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷ്ണു ടെമ്പിളാണ്. ബിന്ദുമാധവ എന്ന് പറഞ്ഞ വിഷ്ണു ടെമ്പിളായിരുന്നു. പിന്നീട് ഔറംഗസേബിന്റെ സമയത്ത് 1673 ആ അമ്പലം പൊളിച്ചിട്ട് അവിടെ ഒരു പള്ളി പണിയുണ്ടായി. പിന്നീട് ആ പള്ളിയോട് ചേർന്ന് തന്നെ വീണ്ടും വിഷ്ണുമാധവ ടെമ്പിൾ പണി കഴിപ്പിക്കുകയുണ്ടായി. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഗംഗയിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം മാറി കിട്ടും, നമുക്ക് മോക്ഷം കിട്ടും എന്നൊക്കെ. അപ്പം അത് ചെയ്യേണ്ട സ്ഥലവും ഈ പഞ്ചഗംഗ ഘാട്ട് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഗംഗയിൽ കുളിക്കേണ്ട സ്ഥലം. ഇവിടെയാണ് കുളിച്ച് നമ്മൾ പാപങ്ങളെല്ലാം കഴുകി കളയേണ്ടത്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ഘാട്ടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് മണികർണിക ഘാട്ട്. ഇവിടെയാണ് മൃതശരീരങ്ങളൊക്കെ നമ്മൾ ദഹിപ്പിക്കുന്ന സ്ഥലം. മണികർണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മൽ എന്നാണ് അർത്ഥം വരുന്നത്. സതീദേവിയുടെ കമ്മൽ വീണ സ്ഥലം എന്നാണ്. അങ്ങനെയാണ് ഈ ഘാട്ടിന് മണികർണിക ഘാട്ട് എന്ന പേര് വന്നത്. വിശ്വാസപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മൃതദേഹം സംസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയൊരു പുനർജന്മം ഉണ്ടാവത്തില്ല എന്നും നമ്മളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ സംസ്കരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് നിത്യശാന്തി ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് ആളുകൾ മൃതദേഹങ്ങളുമായി ഇവിടെ എത്താറുണ്ട്. അങ്ങനെ കുറച്ചു നേരം വെയിലൊക്കെ കൊണ്ട് നടന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യാണ്. ഇതാണ് മലായി. ഇപ്പം മലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൻ്റെ ക്രീമാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിങ്ങനെ നടന്നു വന്നിട്ട് ഇത് കഴിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, അതേപോലെ ഭയങ്കര റിഫ്രഷിങ്ങുമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ നേരെ ഘാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. നമ്മുടെ ഹോട്ടലിലെ ചെക്കിൻ്റെ ടൈമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിലൊക്കെ പോയി നമ്മുടെ ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി വീണ്ടും ബാക്കി ഘാട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു.
അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ ഗള്ളികൾക്കുള്ളിൽ കൂടെ വേണം നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നല്ല ഡിസ്റ്റൻസ് നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇടാൻ കുറച്ച് കുർത്തകളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കട കണ്ടുപിടിച്ച് അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ റീസണബിൾ പ്രൈസുമാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിങ്ങൾ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിങ്ങൾ കുർത്തയും കാര്യങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾ പുറത്തേക്ക് വീണ്ടും നടക്കാൻ തുടങ്ങി. കള്ളികൾക്കിടയിൽ തന്നെ നമുക്ക് ഒരുപാട് അമ്പലങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു കടകളുണ്ടാവും. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് അവൈലബിൾ ആണ്. അതായത് ഇഡലി, ദോശ, ഉഴുന്നുവട അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മുടെ ഓട്ടോകളും കാറുകളും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ടൂ വീലേഴ്സ് മാത്രമാണ്, അതേപോലെ തന്നെ പിന്നെ ഇതുപോലത്തെ സൈക്കിൾ റിക്ഷകളും കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ കടന്നു വരത്തുള്ളൂ. നമുക്ക് ഓട്ടോകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തേക്ക് നടക്കണം. ഇനിയും കുറച്ചുകൂടി പുറത്തേക്ക് നടന്നതിന് ശേഷം മാത്രമേ ഓട്ടോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് നടന്നു വരുമ്പോഴാണ് ഈ നന്ദിയുടെ രൂപം ശ്രദ്ധിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്ന ഓട്ടോയിലെ ആൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നന്ദി ഏത് സൈഡിലേക്കാണോ ഫേസ് ചെയ്തിരിക്കുന്നത് ആ സൈഡിലായിരിക്കും കാശി വിശ്വനാഥ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഘടകമാണ്. അപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ എല്ലാ ഔട്ടിലും നന്ദികളുടെ വിഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഈസി ആയിട്ട് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാം ഏത് ഏരിയയിലേക്ക് പോയാലാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് നടന്നു വന്നിട്ട് ഞങ്ങൾക്കൊരു ഷെയർ ഓട്ടോ കിട്ടിയപ്പോൾ ഷെയർ ഓട്ടോ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നല്ല റേറ്റാണ് ഓട്ടോക്കാർ പറയുന്നത്. അതായത് നമുക്ക് ഈ ഏരിയ ഒക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് വണ്ടികളൊക്കെ കിട്ടാൻ ഭയങ്കര അവൈലബിലിറ്റി കുറവാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് പുറത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓട്ടോക്കാർ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര റേറ്റാണ് പറയുന്നത്. അതായത് ഒരു മയമില്ലാതെ 400 രൂപ 300 രൂപ എന്നൊക്കെ ചുമ്മാ അവർക്ക് തോന്നുന്ന വിലയാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇവിടെ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും ബെറ്റർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഷെയർ ഓട്ടോകൾ അല്ലെങ്കിൽ ഈ റിക്ഷകൾ അങ്ങനത്തെ ഒക്കെ വിളിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ റിക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്തിനാണ് വീണ്ടും സ്റ്റേഷനിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഘാട്ടും കാര്യങ്ങളൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഘാട്ടുകളിലേക്ക് നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അത്ര വെയിറ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറേ ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോക്ക് റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഓട്ടോ വിളിച്ച സമയത്ത് ആ ഓട്ടോയിൽ ആ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു തന്നു, നിങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ട, അകത്ത് ക്ലോക്ക് റൂം ഉണ്ട്, അപ്പോൾ അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് പ്രത്യേകമായിട്ട് ഇവിടെ വരാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് വന്ന് നിങ്ങളുടെ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഘാട്ടും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലോക്ക് റൂം ഫെസിലിറ്റി യൂസ് ചെയ്യുക. 40 രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നതിന്. നമ്മൾ അത്രയും ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തൂക്കി നടക്കുന്നതിനേക്കാളും ഭേദം ഇതേപോലെ നമ്മൾ സേഫായിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ബാഗ് വെച്ചിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു റെസീറ്റ് നമുക്ക് തരും.
അപ്പം നമുക്ക് എത്ര ദിവസം വേണേലും ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. അപ്പം നമ്മൾ തിരിച്ച് വരുന്ന ടൈമിൽ ഈ റെസീറ്റ് ഇങ്ങനെ കൗണ്ടറിൽ കാണിക്കുക. അതിനുശേഷം പോയിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ തന്നെയാണ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം നമ്മൾ എവിടെയാണോ നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ടുള്ളത് അവിടെ തന്നെ പോവാൻ നമ്മുടെ ബാഗും കാര്യങ്ങളും സേഫായിട്ട് എടുത്തുകൊണ്ട് വരാം. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് ഓട്ടോ അല്ലെങ്കിൽ ഈ റിക്ഷ എന്തെങ്കിലും വിളിച്ചിട്ട് വേണം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഹോട്ടലുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ അടുത്തൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെ വരാൻ പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അപ്പം തന്നെ നമ്മൾ എടുക്കുക. എന്നിട്ട് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബുക്കിംഗ് അവിടുന്ന് കൂടി കൺഫേം ആക്കുക. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇക്സിഗോയിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഹോട്ടലുകാർ പറയുന്നത് അവർക്കും ഇക്സിഗോയും തമ്മിലൊരു ബന്ധമില്ല എന്നാണ്. പക്ഷേ ഇക്സിഗോയുടെ സൈറ്റിൽ അവരുടെ ഹോട്ടലും അവരുടെ റൂംസും കാര്യങ്ങളെല്ലാം കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഓട്ടോക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മെയിൻലി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അതായത് ഈ ദേവ് ദിവാലി ടൈമിലൊക്കെ നല്ല റഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബുക്കിങ്സ് ക്യാൻസൽ ആക്കിയിട്ട് അതിനേക്കാളും കൂടുതൽ റേറ്റ് തരുന്ന ആൾക്കാർക്ക് അവർ ഹോട്ടൽ റൂംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ എക്സിഗോയ്ക്ക് അവർക്കും തമ്മിലൊരു ബന്ധമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കുറേ നേരത്തെ അടിക്ക് ശേഷം ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അപ്പം നമ്മൾ ഏകദേശം 12 മണിക്ക് ഇവിടെ എത്തിയെങ്കിലും 1 മണിക്കാണ് ഇവിടുത്തെ അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു റൂം തുറന്നു തന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇനി വരുന്ന ആൾക്കാരൊക്കെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ ഗംഗാ ആരതി അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ അടുത്തടുത്ത വീഡിയോയിൽ കാണുക. അപ്പോൾ ബൈ.